വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഞാൻ ജെസി. ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു സംഭവമാണ് മുട്ടയില്ലാതെ മയണൈസ് ഉണ്ടാക്കാൻ പറ്റുമോ, എളുപ്പത്തിൽ മയണൈസ് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ മുട്ടയൊന്നും ഇല്ലാതെ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് വളരെ എളുപ്പത്തിൽ, അതായത് ഒരു മിനിറ്റും വേണ്ട, അത്രയും എളുപ്പത്തിൽ നിങ്ങൾക്ക് ഈ ഒരു മയണൈസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല തിക്കായിട്ടുള്ള, നല്ല ക്രീമി ആയിട്ടുള്ള, ടേസ്റ്റുള്ള മയണൈസ് എളുപ്പത്തിൽ എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് പാലും ഓയിലുമാണ്. ഞാൻ 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് ഓയിൽ എന്ന് പറഞ്ഞാൽ ഫ്ലേവർ ഒന്നും ഇല്ലാത്ത ഓയിൽ വേണം എടുക്കാനായിട്ട്. ഞാൻ എടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മിക്സ്ഡ് ആയിട്ടുള്ള ഏത് വെജിറ്റബിൾ ഓയിൽ എടുക്കാം. പിന്നെ വെളിച്ചെണ്ണ, ഒലീവ് ഓയിൽ ഇതൊന്നും യൂസ് ചെയ്യരുത് കേട്ടോ. ഈ പാലും ഓയിലും കൂടെ മിക്സ് ആക്കിയിട്ട് നമുക്കൊന്ന് ഫ്രീസറിൽ വെക്കണം. അതായത് ഇത് നന്നായിട്ടൊന്ന് തണുക്കണം. നിങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങുന്നതിൻ്റെ അരമണിക്കൂർ മുന്നേ ഇതൊന്ന് ഒരു ബൗളിലെടുത്തിട്ട് ഫ്രീസറിൽ കൊണ്ടുപോയിട്ട് വെക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് തണുത്ത് കിട്ടും. നന്നായിട്ട് തണുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എളുപ്പത്തിൽ മയണൈസ് ആക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. മേലെയുള്ള ആ ഒരു ഓയിലൊക്കെ ഒന്ന് ഉറച്ച് വന്നിട്ടുണ്ട്. പാലൊന്നും കട്ടയൊന്നും ആയിട്ടില്ല. അങ്ങനെ ഐസാവണം, കട്ടാവണമെന്നൊന്നുമില്ല. നന്നായിട്ടൊന്ന് തണുത്താൽ മതി. ഓയിൽ തണുക്കുമ്പോഴേക്ക് തന്നെ ഇതുപോലെ ഹാർഡായി തുടങ്ങും. ഒരു അരമണിക്കൂർ ഒന്ന് ഫ്രീസറിൽ വെക്കുക. അതിനുശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഞാൻ ഒരു വെളുത്തുള്ളിയുടെ അല്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഗാർലിക് ഫ്ലേവർ ഉള്ള മയണൈസാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഒഴിവാക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനിതിലേക്ക് 1 ടീസ്പൂണ് വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചെറിയ സ്പൂണാണ്, ആ ഒരു പുളിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒന്ന് മിക്സി കറക്കിയെടുക്കാം. കറക്കിയെടുക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരുപാട് നേരമൊന്നും ഇത് അടിക്കേണ്ട ആവശ്യമില്ല. ഒരു 10 സെക്കൻഡ് 15 സെക്കൻഡ് അടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല തിക്കായിട്ടുള്ള വൈറ്റ് കളറിൽ നല്ല ക്രീമി ആയിട്ടുള്ള ഇതുപോലെയുള്ള മയണൈസ് റെഡിയായി കിട്ടും. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. വളരെ സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ചെറിയ കുട്ടിക്ക് വരെ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ ഇനി മയണൈസ് ഒന്നും കടയിൽ നിന്ന് വാങ്ങിക്കേണ്ട, ഈസി ആയിട്ട് ഉണ്ടാക്കാം. ഇത് ഒരു 3 ദിവസമൊക്കെ അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ കേടുകൂടാതെ ഇരിക്കും. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. റമദാനാണ് വരുന്നത്. അപ്പോൾ റമദാനിലൊക്കെ ഈ ഒരു റെസിപ്പി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ പണി കഴിയും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.